ഇവിടുന്ന് അവര് ഞാൻ സൗണ്ട് കേട്ടോണ്ട് ആ കടയ്ക്കകത്ത് നിന്ന് ഇറങ്ങുന്നത്. ഫസ്റ്റിലെ സൗണ്ട് കേട്ടോണ്ട് ഇറങ്ങി ഇവിടെ വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേനും വണ്ടി അവിടെ മറിയാൻ തുടങ്ങുമല്ല മറിഞ്ഞ്. ആ സമയത്ത് ഞാൻ ഓടി ആളിനെ വിളിച്ച് ഓടി അവിടെ ചെന്ന് ഇത് വണ്ടി ഞാൻ തള്ളി പിടിച്ചപ്പം ആ ഓടിച്ച സ്ത്രീ ഈ താഴോട്ട് കാല് മാത്രം കാണാം, ഉടലല്ല അകത്തായിരുന്നു ഡോറിനകത്ത്. അപ്പോൾ ഞാൻ ഇങ്ങനെ തള്ളി പിടിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ കീഴിക്കൂട്ട് താഴോട്ട് ഇറങ്ങാൻ, ഡോറിൻ്റെ അടിയിൽ കൂടെ ഞെന്നിറങ്ങാൻ എന്ന് പറഞ്ഞ് ഞാൻ വലിച്ചു പിടിച്ച്. അവർ താഴെ ഇറങ്ങിയാൽ പറഞ്ഞ് എൻ്റെ ഒരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞ്, എൻ്റെ മോള് കുഞ്ഞുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓടി പിന്നെ ഇപ്പുറത്ത് വന്ന് പറഞ്ഞ് ഇതിനകത്ത് കുഞ്ഞുണ്ട്, കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തു നമുക്ക്, വേറൊന്നും നമുക്ക് നോക്കണ്ടെന്ന്. അപ്പം ഓടി ഞാൻ ഇനി പുറകെ വന്നപ്പോൾ രണ്ട് കാലിങ്ങനെ വെള്ളിലോട്ട് കണ്ടു. ഓടി ഞാൻ അതിനെ പോയി നോക്കിയപ്പോൾ അതിൻ്റെ തഴയോട്ടി തെറിച്ച് മാറിക്കിടക്കുന്ന ഉടലല്ലാതെ. അപ്പോഴത്തേനും എനിക്ക് വല്ലാത്ത ഫീലിംഗ് ഉണ്ടായി. ഉടനെ ഞാൻ മുമ്പോട്ട് പോയ ഞാൻ കൊച്ചിനെ എടുക്കാനാണ് ഓടിപ്പോയത്. ഞാൻ പുറകോട്ട് ഇനി മാറിയപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞിനെ ഇനി നോക്കണ്ട, ഇനി അകത്താളുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഉടനെ പറഞ്ഞ് അമ്മയുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ഞാൻ അടുത്തെന്ന് പറഞ്ഞു ഞാൻ ഫോണൊക്കെ കടയിലിട്ടിട്ടാണ് പോയത്. ഞാൻ എൻ്റെ ഫോണിലില്ല, നിങ്ങൾ ആംബുലൻസ് വിളിക്ക്, പിന്നെ പോലീസിനെ വിളിയെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴത്തേനും ഒരാൾ എന്നോട് പറഞ്ഞ് ആംബുലൻസ് വിളിച്ചു കഴിഞ്ഞ് പോലീസ് വിളിച്ചു കഴിഞ്ഞ് അതിന് വിഷമിക്കുക വേണ്ട, അത് വന്നു കഴിയുമെന്ന് പറഞ്ഞു. ആ പറയുന്നതിന് മുമ്പ് ആംബുലൻസ് വന്ന ഉടനെ ആംബുലൻസ് അടുത്ത എല്ലാ സ്ഥലവും ഇല്ലാഞ്ഞിട്ട് ദൂരെ നിന്ന് ഒരു സ്ട്രെച്ചറുമായിട്ട് പോയി ഈ ബോഡി എടുത്ത് അപ്പോഴത്തെ സ്പോട്ടിലേ മരിച്ചു പോയായിരുന്നു. ബോഡി എടുത്ത് തലയോട്ടി എടുത്ത് വെച്ച മൂടിക്കൊണ്ട് അവരങ്ങ് ആദ്യത്തെ ആംബുലൻസ് പോയതിനു ശേഷമാണ് ഈ വല്യമ്മ ആളുകൾ വന്നവരെല്ലാം കൂടെ വണ്ടിയുടെ മുകളിൽ കയറിയുന്നതുകൊണ്ട് മേലോട്ട് പൊക്കി എടുത്ത് പിന്നെ വല്യമ്മയും ഓടിച്ച തള്ളയും കൂടെ അടുത്ത ആംബുലൻസ് അപ്പോഴത്തേന് വന്ന് ആദ്യം കയറ്റി അവരെ വിട്ട്. ഡ്രൈവ് ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ അതൊക്കെ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറയാം. അവർ ലോങ് ഓടിച്ച് വലിയ പരിചയമില്ലാത്തൊരു സ്ത്രീ ആണെങ്കിൽ ചിലപ്പോൾ ഓടിച്ചുകൊണ്ടിരുന്ന വഴിയിൽ കണ്ണൊന്നടങ്ങി പോയി കാണും. ആ സമയത്ത് ചിലപ്പോൾ വണ്ടി പാളി പോയതായിരിക്കാം. അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല. CCTV നിന്നും വ്യക്തമാവുന്നത് അത് തന്നെയാണ്. ആ വളവ് തിരിഞ്ഞ് ആ സ്ട്രേറ്റ് റോഡാണ്. പിന്നെ അവിടുന്ന് അങ്ങ് ചെടിക്കടയുടെ അങ്ങ് വരെ അങ്ങ് അപ്പുറത്ത് വരെ സ്ട്രേറ്റ് റോഡാണ്. ആ സ്ട്രേറ്റ് റോഡിൻ്റെ അവിടെ വന്നപ്പോഴത്തേന് സ്വാഭാവികമായിട്ടും കണ്ണടഞ്ഞ് വണ്ടി പാളി പോയതായിരിക്കാം. എന്നിട്ട് ആക്സിലേറ്റർ ബ്രേക്കിന് വരെ ആക്സിലേറ്റർ കൊടുത്ത് കാണും. നല്ല സ്പീഡിൽ വന്ന് ഇടിച്ച് കയറി ഞങ്ങളെല്ലാം കൂടെ ഓടിച്ചെല്ലുമ്പോഴത്തേന് ആ കൊച്ചിൻ്റെ തല ആ തിട്ടയിലിടിച്ച് രണ്ടായിട്ട് ഇങ്ങനെ മാറി ഇങ്ങനെ കിടക്കുന്ന ഞാൻ കാണുന്നത്. പിന്നെ അത് രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അവരെ വെളിയിൽ ഇറക്കി. അപ്പുറത്തെ ടയർ കടയിലെ ഷമീർ എല്ലാം കൂടെയാണ് അവരെ പിടിച്ച് താഴെ ഇറക്കിയത്. ഇറക്കിയതിന് ശേഷം പിന്നെ ഞാനൊന്നേ നോക്കിയുള്ളൂ. കാരണം നമുക്ക് അതൊന്നും അന്നേരം കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. ആ ഒരു ഭീകരമായ അവസ്ഥയായിരുന്നു ആ കുഞ്ഞിൻ്റെ. പിന്നെ ആംബുലൻസ് വന്നു. പിന്നെ ആൾക്കാരെല്ലാം ഓടിക്കൂടി ആംബുലൻസിലെ ഡ്രൈവറാണത് ചേർത്ത് വെച്ച് ആ ബോഡി എടുത്തുകൊണ്ട് പോയത്. റോഡിനെ കുറ്റം പറയാനാണെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ഉള്ള റോഡിനെ കുറ്റം പറയാനേ പറ്റുള്ളൂ. അതിനൊന്നും അങ്ങനൊന്നും പറയാൻ പറ്റില്ല. വണ്ടി ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക, അവനവൻ ശ്രദ്ധിക്കുക. അവനവൻ്റെ ജീവൻ, ഓരോരുത്തരുടെയും ജീവിതം വിലപ്പെട്ടതാണ്. അപ്പോൾ ഒരു മയക്കം വന്നെന്ന് തോന്നുവാന്നുണ്ടെങ്കിൽ വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തുക, അല്ലെങ്കിൽ ഒന്ന് മയങ്ങി അതിനുശേഷം വണ്ടി ഓടിക്കുക. പിന്നെ വരാനുള്ളത് വഴി തങ്ങത്തില്ല. അതിപ്പോൾ നമ്മൾ നേരെ ഓടിച്ച് പോയി കഴിഞ്ഞാലും കുറേ വരുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമുക്ക് ആക്സിഡന്റ് ഉണ്ടാവും. നമ്മളെ കൊണ്ടുവന്ന് ഇടിച്ച് കഴിഞ്ഞാൽ വീഴും. അതൊന്നും പറയേണ്ട കാര്യമില്ല. മാക്സിമം സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക, അത്രേ പറയാനുള്ളൂ. പിന്നെ ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ അവർ ഒരു സ്പീഡമ്മ ആയതുകൊണ്ട് അവർക്ക് ഒരു ഡ്രൈവറെ വേണേൽ വെക്കാമായിരുന്നു. പുതിയ വണ്ടിയാണ്, എടുത്തിട്ട് 10-34 ദിവസം കണ്ടായതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കുറവിൻ്റെയാണോ, വണ്ടി ഓടിച്ചതിലുള്ള എക്സ്പീരിയൻസ് കുറവാണോ ഒന്നും പറയാൻ പറ്റില്ല. ഇനി ഫോൺ നോക്കിയ വഴിക്ക് വണ്ടി പാളിപ്പോയതാണോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആ കുഞ്ഞ് ആ വണ്ടിക്കകത്തുനിന്ന് എങ്ങനെ വീണു എന്നുള്ളത് അറിയാൻ പറ്റില്ല. ഡോറെല്ലാം ക്ലോസ് ആയിരുന്നു. ഒരു ബാക്കിലത്തെ 7 സീറ്റർ വണ്ടിയായിരുന്നു. അതിന് ബാക്കിലത്തെ ക്വാർട്ടർ ഗ്ലാസ് പൊട്ടിയിരിപ്പുണ്ടായിരുന്നു. ആ ക്വാർട്ടർ ഗ്ലാസ് വഴി എന്തായാലും കൊച്ച് താഴെ വീഴാൻ സാധ്യതയില്ല. പിന്നെ ഇടിയുടെ ആഘാതത്തിൽ ഡോറ് തുറന്ന് കൊച്ച് വീണതിന് ശേഷം വണ്ടി ചരിഞ്ഞ വഴിക്ക് ഡോറ് ക്ലോസ് ആവാനും സാധ്യതയുണ്ട്. പക്ഷെ എന്തായാലും ആ കൊച്ചിന്റെ തല വന്ന് ആ ഭിത്തിയിൽ ഇടിച്ചതിന് പ്രകാരമാണ് അത് മരിച്ചത്. ഒരു വല്ലാത്ത ഭീകരാവസ്ഥയായി ഒന്നും പറയാൻ പറ്റില്ല. എന്ന് ഓർമ്മിക്കാതിരിക്കുന്നത് നല്ല. കാരണം നമ്മൾ കണ്ടത് കൊണ്ട് ഉള്ള ഒരു ഇത്രയേ ഉള്ളൂ. അപ്പോഴത്തേനൊക്കെ പോലീസ് വന്ന ആംബുലൻസ് പിന്നെ ഇവരെല്ലാം വന്ന് ഫയർഫോഴ്സും മറ്റുള്ള ആളുകൾ ഇവിടെ എല്ലാം വലിയ തിരക്കായിരുന്നു. അതാണ് നടന്നത്. വന്ന വഴിക്ക് മയങ്ങിപ്പോയി ആയിരിക്കാം, അല്ലാതെ സംഭവിക്കാൻ വഴിയില്ല.